സംശയോടെ ചോദിച്ചൂടെ, നോക്കിക്കൂടെ? എന്താണ് ചില സ്ഥലത്ത് നമ്മളാരെങ്കിലും പ്രസംഗിക്കുമെന്ന് കേൾക്കുമ്പോഴേക്ക് ഉണ്ടാവും ഉടനെ തന്നെ അത് മറുപടി പ്രസംഗം തന്നെ, നോട്ടീസ്. മറുപടി പ്രസംഗമല്ല വേണ്ടത്, ഇരിക്കുക. ഈ വിഷയം ഞാൻ പറയാം. ഇപ്പൊ ഇതുവരെ ഞാൻ സംസാരിച്ച അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തെ സംബന്ധിച്ചാണ്. ആ വിഷയം മുജാഹിദിന്റെ അൽമനാർ വെച്ച്, മുജാഹിദിന്റെ നേതാക്കളെ പരിഭാഷ വെച്ച്, മുജാഹിദിന്റെ പുസ്തകം വെച്ച്, മുജാഹിദിന്റെ അമാൻ മൗലവിയുടെ പരിഭാഷ, ഉമർ മൗലവിയുടെ പരിഭാഷ, മറ്റുള്ള പരിഭാഷ, അതുപോലെ വക്ക മൗലവിയുടെ ബുക്ക്, ഇപ്പോഴത്തെ നിങ്ങൾ അൽമനാർ, ഇപ്പോഴത്തെ നിങ്ങളുടെ പുസ്തകം, ഇപ്പോഴത്തെ ശബാദ്, പണ്ടത്തെ ശബാദ് വെച്ചിട്ടൊരു ചർച്ചക്ക് നിങ്ങളൊരു കാര്യം ചെയ്തോ. നിങ്ങൾ ഗ്രൂപ്പെല്ലാം ഒന്നായിക്കോണെങ്കിൽ സക്കരിയും കായക്കുടി ഒന്നായിട്ടിരിക്കട്ടെ. അതുപോലെ തന്നെ അപ്പുറത്തുള്ള കക്ഷികളെ നമ്മൾ AP നോക്കാണെങ്കിൽ വരട്ടെ. അതിന്റെ അപ്പുറത്ത് വല്ല മൗലവിയുണ്ട്, അതും വരട്ടെ. അബ്ദുസ്സലാം സുല്ലമി വരട്ടെ, ഉമർ സുല്ലമി വരട്ടെ. എല്ലാവരും കൂടി വരും, മുജാഹിദ് ഫുള്ളായിട്ട് വന്നോളി. ഞാൻ ഒറ്റക്ക് പരസ്യമായി ഇത് ചർച്ച ചെയ്യാൻ തയ്യാറുള്ള വല്ല മുജാഹിദ് ഉണ്ടോ? ഈ പുസ്തകങ്ങൾ വെച്ച് ചർച്ച ചെയ്യണം. ആളുകളെ വഞ്ചിച്ചാൽ പറ്റൂല. ഇത് പച്ച മലയാളത്തിൽ നിങ്ങൾ എഴുതിയതാ. ആയത്തോതും നിങ്ങൾ അർത്ഥം മാറ്റുന്നുണ്ട്, ഹദീസ് പറയുന്ന അർത്ഥം മാറ്റുന്നുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. ഈ പച്ച മലയാളം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയൂല. പച്ച മലയാളത്തിൽ നിങ്ങൾ എഴുതി വെച്ച് നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്, അതിന്റെ അർത്ഥം മാറ്റാൻ കഴിയില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് പറയാണ്, എവിടെയെങ്കിലും വന്ന് ഞങ്ങളില്ലാത്ത സദസ്സിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിന് പകരം നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നേർക്ക് നേരെ ഞാനീ പറഞ്ഞ വിഷയങ്ങൾ അൽമനാർ വെച്ച് സംസാരിക്കാനാണ് തയ്യാറാകേണ്ടത്. നിങ്ങളെ ഖുർആൻ പരിഭാഷ വെച്ച് സംസാരിക്കാനാണ് തയ്യാറാകേണ്ടത്. എന്നിട്ട്